പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും മാത്രമല്ല ഉത്തർപ്രദേശുകാരുടെ മനം കവർന്ന താരങ്ങൾ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും ഇവിടുത്തുകാരുടെ മനസ്സിലുള്ള സ്ഥാനം ഏറെ വലുതാണെന്ന് കഴിഞ്ഞ ദിവസം ലഖ്നൌവിൽ വ്യക്തമായി. ലഖ്നൌവിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാത്തിരുന്നത് വലിയൊരു ജനക്കൂട്ടമായിരുന്നു. ഒപ്പം രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തെ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുമുള്ള സ്കൗട്ട്സും ഗൈഡ്സും ഉണ്ടായിരുന്നു. ലഖ്നൌവിൽ നടന്ന ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 19ാമത് ദേശീയ ജാംബൂരി സമാപന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്കൗട്ട്സിനെയും ഗൈഡ്സിനെയും അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 75 വർഷമായി ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യുവാക്കളെ നയിക്കുകയും രാഷ്ട്ര നിർമ്മാണത്തിൽ സജീവ പങ്കാളികളാക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. വെള്ളപ്പൊക്കമായാലും ഭൂകമ്പമായാലും പകർച്ചവ്യാധി ആയാലും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എപ്പോഴും സഹായത്തിൽ മുൻപന്തിയിലാണ്. സേവന മനോഭാവമാണ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് രാഷ്ട്രപതി എടുത്തു പറഞ്ഞു. ദേശീയ ഐക്യം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സംഘടനയുടെ മറ്റൊരു മുഖമുദ്ര. യുവാക്കളെ ശാക്തീകരിക്കപ്പെട്ടവരും സംവേദനക്ഷമതയുള്ളവരും രാജ്യത്തിൻ്റെ ഭാവിക്ക് പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരുമാക്കിയതിന് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. भारत स्काउट्स एंड गाइड्स की पूरी टीम को बहुत बहुत बधाई देती हूँ. लखनऊ में इस हीरक जयंती के आयोजन के लिए मैं राज्यपाल श्रीमती आनंदीबेन पटेल जी और मुख्यमंत्री योगी आदित्यनाथ जी को बहुत बहुत धन्यवाद देती हूँ. मुझे बताया गया है कि इस जम्बूरी में देश भर के 35,000 से अधिक युवा भाग ले रहे हैं. साथ ही 25 देशों के लगभग 2,000 स्काउट्स एंड गाइड्स भी यहाँ उपस्थित हैं. मैं यहाँ उपस्थित सभी युवाओं से अपील करना चाहूंगी कि आप इस अवसर का उपयोग एक दूसरे को जानने समझने के लिए करें. अपने अनुभव और सपने एक दूसरे. രാജ്യത്ത് 6.3 ദശലക്ഷത്തിലധികം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഉണ്ട്. ഇതിൽ 2.4 ദശലക്ഷത്തിലധികം പെൺകുട്ടികൾ ഈ സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അഭിമാനകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇത് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ ലോകത്തെ ഏറ്റവും വലിയ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംഘടനകളിൽ ഒന്നാക്കി മാറ്റി. അച്ചടക്കം, സമർപ്പണം, സമൂഹത്തിൻ്റെയും മാനവികതയുടെയും ക്ഷേമം എന്നിവയുടെ പാത തിരഞ്ഞെടുത്തതിന് രാഷ്ട്രപതി എല്ലാ ഗൈഡ്സ് പെൺകുട്ടികളെയും അഭിനന്ദിക്കുകയും ചെയ്തു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ മുദ്രാവാക്യം തയ്യാറായിരിക്കുക എന്നാണ്. അതായത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏത് വെല്ലുവിളികളെയും നേടാൻ ഒരാൾ തയ്യാറായിരിക്കണം. ഏത് വെല്ലുവിളിയെയും മടി കൂടാതെ ദൃഢനിശ്ചയത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേടാനുള്ള കഴിവ് വികസിപ്പിക്കാൻ അവർ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനെ ഉപദേശിച്ചു. സാങ്കേതിക കഴിവുകൾ, ആശയവിനിമയ കഴിവുകൾ, ടീം ഏകോപനം, പ്രശ്നപരിഹാര കഴിവുകൾ, നേതൃപരമായ കഴിവുകൾ എന്നിവയായാലും എല്ലാം ഇവരുടെ ജീവിതത്തിൽ സഹായകരമാകുമെന്നും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. രാജ്യത്തിൻ്റെ യുവാക്കൾ രാജ്യത്തിൻ്റെ ഭാവിയുടെ ശില്പികളും മഹത്തായ സാംസ്കാരിക നാഗരിക പാരമ്പര്യങ്ങളുടെ സംരക്ഷകരുമാണ്. ഒരു വിളക്ക് മറ്റ് നിരവധി വിളക്കുകൾ കത്തിക്കുന്നത് പോലെ ശക്തനും സംവേദനക്ഷമതയുള്ളതുമായ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ ശാക്തീകരിക്കാനും സംവേദനക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയും. യുവാക്കൾ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിനായി സ്വയം സമർപ്പിക്കുമെന്നും രാഷ്ട്രപതി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.